അല്ല, ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ പരിമിതി കാരണം ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇത് ശരിക്കും ഒരു അലമ്പ് കുടുംബമാണ്. നമ്മുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അലമ്പ് കുടുംബം എന്ന് പറയും. ഈ അലമ്പ് കുടുംബം എന്ന് പറഞ്ഞാൽ ഈ മാതിരി വൃത്തികേടുകളുടെ കൂടാരമാണിത്. ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇയാൾ ഒരു ചെറിയ രണ്ട് ഉദാഹരണം കൂടി, വളരെ വളരെ ലളിതമായ രണ്ട് ഉദാഹരണം പറയാം. 1968 പിണറായിയിൽ നിന്ന് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ദൂരത്തിൽ വരാവുന്ന ഭാഗമാണ് വേങ്ങാട് പഞ്ചായത്ത്. ആ പഞ്ചായത്തിലായിരുന്നു, ആ വേങ്ങാട് തെരുവിലായിരുന്നു SFIയുടെ പ്രാക്രൂപമായിരുന്ന KSF. ആ KSFിന്റെ ഒരു സംസ്ഥാന പഠന ക്യാമ്പ് നടന്നു. ആ പഠന ക്യാമ്പ് നടത്തിയപ്പോൾ പഠന ക്യാമ്പിന്റെ ആളായിരുന്ന അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്ന മരിച്ചുപോയിരിക്കുന്ന സഖാബ് ശ്രീഭാസ്കരനാണ്. ഇയാള് KSFിന്റെ പ്രധാനപ്പെട്ട ഒരാളാണെന്നുള്ളതുകൊണ്ട് ഈ ആൾക്കും അതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന ഭക്ഷണം മാത്രമാണ് സാധാരണ ഡെലിഗേറ്റ്സ് എല്ലാവരും കഴിക്കുക. ഇയാൾ ചെയ്ത പണി എന്താ പറയുക? ഇയാൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ അവിടുന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ അകലെ ഉണ്ടായിരിക്കുന്ന കൂത്തുപറമ്പിലേക്ക് പാർട്ടി DC-യുടെ കാർ എടുത്തിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചത് കലാപം അന്ന് കുഴപ്പമുണ്ടായതാണ് ആ സംഭവത്തിനകത്ത്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, RSS അദ്ദേഹത്തെ കൊല്ലാൻ വരുന്നുണ്ടോ എന്ന് പറയുന്ന വ്യാപകമായ പ്രചരണത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇയാൾ തന്നെ അഴിച്ചുവിട്ടൊരു പ്രചരണത്തിന്റെ ഭാഗമായി പാർട്ടി DC-യുടെ കാറിൽ നിന്ന് ഇയാൾ ഒരിക്കലും ഇറങ്ങാറില്ല. പിണറായിക്ക് തൊട്ടടുത്ത് വരാവുന്ന ഒരു പഞ്ചായത്താണ് പാട്യം പഞ്ചായത്ത്. ആ പാട്യം പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന KP ശ്രീധരൻ മാസ്റ്റർ ഇയാൾ കാറ് കൊടുത്ത് പോയപ്പോ ആ കാറിന്റെ ടയറിന്റെ നെക്ക്, കാറ്റ് മാത്രമല്ല അയച്ച് അതിന്റെ നെക്ക് മുറിച്ചെടുത്ത് കഴിഞ്ഞു. നെക്ക് മുറിച്ചെടുത്ത് പറഞ്ഞു നീ കാറിലായിട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പോകാനുള്ള ഒരു അവസ്ഥ അന്നുണ്ടായിരിക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കരുത്. ആടുകളുടെ മുമ്പിൽ എന്താന്ന് പറയുക, വ്യാപകമായ തോതിലുണ്ടായിരിക്കുന്ന ഒരു ഫാൾസിഫൈഡ് ഇമേജാണ് ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചത്. ഇയാൾ ഭയങ്കരനാണ്, കരുത്തനാണ്, ധീരനാണ്. ഒരു മണ്ണാങ്കട്ടിയല്ല, മുഴുവൻ തന്നെ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും കൂട്ടിക്കൊടുപ്പുകളുടെയും ചതിയുടെയും വഞ്ചനയുടെയും എല്ലാം ചേർന്നിരിക്കുന്ന ഒരു പര്യായമാണ്. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നമ്മൾ പരിഗണിക്കേണ്ടത് മഹാഭാരത യുദ്ധത്തിനകത്ത് വരാത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേരാണ് അശ്വത്ഥാമാവ്. ഈ അശ്വത്ഥാമാവിന്റെ പകയും വെറുപ്പും മനുഷ്യരാശി ജീവിച്ചിരിക്കുന്ന കാലത്തോളം, കുട്ടികൃഷ്ണന്മാരാണ് ഭാരതപര്യടനത്തിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടത്. മനുഷ്യരാശി ജീവിച്ചിരിക്കുന്ന കാലത്തോളം പകയും വെറുപ്പുമുണ്ടോ, ആ പകയും വെറുപ്പും ഉണ്ടായിരിക്കുന്ന ഒരു സിംബലാണ് വാസ്തവത്തിൽ അശ്വത്ഥാമാവ്. പകയും വെറുപ്പുമല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നൈർമല്യത്തോടെയാണ് എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ ലഭിച്ചെങ്കിലും ഇതെല്ലാം ആണ് എങ്കിൽ മകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായിരിക്കുന്ന ആരോപണമല്ല, ഫൈൻഡിങ്സ് ആണ്. ഈ ഫൈൻഡിങ്സ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേറൊരു ന്യായമുണ്ടല്ലോ. ആ ന്യായത്തോട് ഞാൻ ചോദിക്കുകയാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ആര് പറഞ്ഞിരിക്കുന്ന ആരോപണമാണ്? ആരെ ഉന്നയിച്ച ആരോപണമാണോ ഇത്? ജഡ്ജ്മെന്റിന് സമാനമായി വന്നിരിക്കുന്ന ഫൈൻഡിങ്സിനകത്താണ് സർവീസ് കിട്ടിയിട്ടില്ല എന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നു സർവീസ് കിട്ടിയില്ല എന്ന്. അപ്പൊ കിട്ടിയില്ല എങ്കിൽ ആ സർവീസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? ഒരു പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ സത്യസന്ധമാണ് ആ സംഭവം. സത്യസന്ധമാണ് ആ സംഭവം. അത് കിട്ടാതെ മറുപടി കിട്ടില്ല. മൗനം വിദ്വാനും ഭൂഷണമാണ് അന്നേരം. മൗനം വിദ്വാനും ഭൂഷണം. ഇതാണ് ഭാര്യ പെടുന്നു, മക്കൾ പെടുന്നു, അച്ഛൻ പെടുന്നു, പിന്നെന്താ വേണ്ടത്? ഇനി ബന്ധുക്കളുണ്ടെങ്കിൽ ബന്ധുക്കളും പെടും. ഇത്രമാത്രം അസംബന്ധവും ആഭാസവുമായി പൊതുജനങ്ങളെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ട് 42 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ തേരാപ്പാര പോവുക അല്ലേ? ഏറ്റവും അവസാനം വന്ദേ ഭാരതിനകത്ത് പോകാൻ നിർബന്ധിക്കപ്പെടുക. അതിന്റെ ഫലമോ ഒരു ദിവസം ഈ മനുഷ്യന് വേണ്ടി യാത്രക്കായി ചെലവഴിക്കുന്ന കോടികൾ എത്രയാണ്? നയാ പൈസ വിഷം വാങ്ങാൻ പൈസ ഇല്ലാതെ കേരളം നിൽക്കുമ്പോഴാണ് ഇയാളുടെ സുരക്ഷയ്ക്ക് മാത്രമായി ചെലവാക്കുന്നത് എത്ര കോടികളാണിത്? ഇതിന് മറുപടി പറയേണ്ട ആരുണ്ടെങ്കിലും ഈ മറുപടി ഒരു ഭാഗത്ത് പറയാതിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് തീവട്ടിക്കൊള്ള കമ്പനിയുടെ അകത്ത് കാശടിച്ചു മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ഇത് പൊതുജനത്തിന് മുമ്പിൽ റിവീൽ ചെയ്യപ്പെടേണ്ടതാണ്. പൊതുജനം ഇതിനെ മേലെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് എന്റെ ഈ ലാസ്റ്റ് ഇതാണ് എനിക്ക് പറയാനുള്ളത്.